കനത്ത മഴയിൽ ഗുജറാത്തിലും അസമിലും പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 1067 മില്ലിമീറ്റർ മഴയാണ് ഗുജറാത്തിൽ മാത്രം പെയ്തിട്ടുള്ളത്. 22,000-ഓളം പേരെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഗുജറാത്തിലും അസമിലും തുടരുകയാണ്. മരണസംഖ്യ 50 കടക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ ഗുജറാത്തിൽ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നാം മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ റെക്കോർഡ് പെയ്ത്തിൽ സൂറത്തും നവ്സാരിയും അടക്കമുള്ള ജില്ലകളുടെ ഏറിയ ഭാഗവും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന റിപ്പോർട്ട്. മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ കൂടി വെള്ളം കയറിയതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടി ദുഷ്കരമാവുകയും ചെയ്തിട്ടുണ്ട്. ദമൻഗംഗ, പാർ ഔറംഗ നദികൾ കരകവിഞ്ഞതോടെയാണ് പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഗുജറാത്തിൽ ഉണ്ടായത്. പാർപ്പിട സമുച്ചയങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 22,000-ഓളം പേരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ 1,200 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്ന മേഖലകളിൽ സൈന്യത്തെയും ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചു എന്നുള്ളതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ 20 ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്നുള്ളതാണ് മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. ദില്ലിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും പുറപ്പെടുന്ന ചില ട്രെയിനുകൾ റദ്ദ് ചെയ്തു എന്നുള്ള കാര്യം റെയിൽവേയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ അസമിൽ കൂടി മഴക്കെടുതി തുടരുന്നു എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 പേർ മരണപ്പെട്ടു എന്നുള്ള വേദനാജനകമായിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇതിനോടകം തന്നെ മരണപ്പെട്ട ആകെ ആളുകളുടെ എണ്ണം അത് 47 ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ മരണസംഖ്യ ഉയരുമോ എന്നുള്ള ആശങ്ക കൂടി ജില്ലാ ഭരണകൂടങ്ങൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനുമുണ്ട്. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരെ മഴക്കെടുതി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നദികൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ വിവിധ വിഭാഗങ്ങൾ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പേമാരിയും മിന്നൽ പ്രളയത്തിന് സമാനമായിട്ടുള്ള സാഹചര്യവുമാണ് അസമിലും ഗുജറാത്തിലുമുള്ളത്. ആളുകളോട് കൃത്യമായ കരുതൽ അത് വരും ദിവസങ്ങളിലും പുലർത്താൻ വേണ്ടി സംവിധാനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായും അടുത്ത നാളുകളിലും ഈ ഒരു ദുരിതവും ഈ ഒരു പ്രശ്നങ്ങളുമൊക്കെ ജനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാഴ്ചകൾ കൂടിയാണ് നമുക്ക് അസമിലെയും അതോടൊപ്പം ഗുജറാത്തിലെയും ദൃശ്യങ്ങൾ കൂടി കാണിക്കുമ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.